ബ്രൂവറി എഥനോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങളായി മത്സരിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ഈ സഭയിൽ മറ്റ് ചില നീക്കങ്ങളും വരുന്നു എന്നൊക്കെ ചില അശരീരികളൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിലാണ് ഇത് ഗൗരവമായിട്ട് ഉന്നയിക്കപ്പെട്ടത്. ഇക്കാര്യത്തിൽ സംശയിക്കത്തക്ക യാതൊന്നുമില്ല. സർക്കാരിൻ്റെ 22-23 മദ്യനയം, അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞ കാര്യം അത് ഞാൻ ഉദ്ധരിക്കാം. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബേറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. മാത്രമല്ല, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം നിർമ്മിക്കുന്നതിന് ആവശ്യമായ അസംസ്കൃത വസ്തുവായ ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പൂർണ്ണമായി സംസ്ഥാനത്തേക്ക് ഇറക്കുമതി ചെയ്യുകയാണ്. കേരളത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൽ നല്ലൊരു പങ്കും സംസ്ഥാനത്തിന് പുറത്തുള്ള മദ്യ ഉൽപ്പാദന കമ്പനികൾ കേരളത്തിലെ ഡിസ്റ്റിലറികളിലൂടെ ടൈപ്പ് വഴി നിർമ്മിക്കുന്നതാണ്. ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടാകേണ്ട വരുമാനവും തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. കേരളത്തിനാവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമോ ബിയറോ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനുള്ള പരിഹാരം കേരളത്തിൽ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പുതിയ യൂണിറ്റുകൾ ആരംഭിക്കുക എന്നിവയാണ്. അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് ഉദ്ധരണിയാണ് 2022-23 മദ്യനയത്തിൻ്റെ ആമുഖം. പാരഗ്രാഫ് 24 പറഞ്ഞത് അത് ഉദ്ധരണിയാണ്. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാകുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും. പാരഗ്രാഫ് 22 അത് ഉദ്ധരണിയാണ്. നിലവിലുള്ള നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർക്ക് ബ്രൂവറി ലൈസൻസ് അനുവദിക്കും. 2023-24 മദ്യനയത്തിൻ്റെ ആമുഖത്തിൽ സംസ്ഥാനത്തെ ഉപഭോഗത്തിന് ആവശ്യമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബീറും ഇവിടെ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് വിശദീകരണം വേണ്ടത്? മദ്യനയത്തിൽ സുവ്യക്തമായി സർക്കാർ പ്രഖ്യാപിച്ച കാര്യങ്ങളാണ് നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിലവിൽ 10 ഡിസ്റ്റിലറിയും 8 ബ്ലെൻഡിംഗ് യൂണിറ്റും 2 ബ്രൂവറിയും പ്രവർത്തിക്കുന്നുണ്ട്. 10 ഡിസ്റ്റിലറിയിൽ 7 ആരംഭിച്ചത് കോൺഗ്രസ് ഭാഗമായ സർക്കാരുകൾ ഭരിക്കുമ്പോഴാണ്. ബ്രൂവറി 2 ആരംഭിച്ചത് കോൺഗ്രസ് കാലത്ത്. ടെൻഡർ വിളിച്ചിട്ടായിരുന്നോ ഇതിലേതെങ്കിലും ആരംഭിച്ചത്? വ്യവസായ നിക്ഷേപങ്ങൾ ടെൻഡർ വിളിച്ചല്ല അനുവദിക്കാറുള്ളത് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്നതിന് എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക? ഈ വിഷയത്തിൽ മത്സരാധിഷ്ഠിതമായ കാര്യങ്ങളില്ല. അതിനാൽ തന്നെ ടെൻഡർ നടപടികൾ അപ്രസക്തമാണ്. ഇനിയും നിക്ഷേപകർ ഇതുപോലെ ഗുണപരമായ നിർദ്ദേശവുമായി വന്നാൽ സർക്കാർ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ എണ്ണ കമ്പനികൾക്കുള്ള എത്തനോൾ നിർമ്മാണത്തിന് കേരളത്തിൽ നിന്ന് സെലക്ഷൻ പ്രോസസ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ഇവർ മാത്രമാണ്. കേന്ദ്ര സർക്കാർ സുതാര്യമായ നടപടികളിലൂടെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സിലൂടെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിരിക്കുന്നത്. 1999 ഉത്തരവിൻ്റെ കാര്യം ഇവിടെ ഉന്നയിച്ചു കേട്ടു. അന്ന് നിലവിലുണ്ടായിരുന്ന അപേക്ഷകളുടെ കാര്യത്തിലെ തീരുമാനമായാണ് ആ ഉത്തരവ് പുറത്തിറങ്ങിയത്. ഇതിനുശേഷവും കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ ആരംഭിച്ചിട്ടുണ്ട്. 2000 2 ബ്ലെൻഡിംഗ് ആൻഡ് ബോട്ട്ലിംഗ് പ്ലാന്റുകൾ പ്രവർത്തനം ആരംഭിച്ചു. 2003 UDF ഭരണകാലത്താണ് തൃശ്ശൂരിലെ മലബാർ ബ്രൂവറി ബിയർ നിർമ്മാണം തുടങ്ങിയത്. പ്രവർത്തനാനുമതി നൽകാൻ തടസ്സമൊന്നും ഉണ്ടായിട്ടില്ല. 2022 പാലക്കാട് മലബാർ ഡിസ്റ്റിലറിക്ക് ബ്ലെൻഡിംഗ് യൂണിറ്റ് നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 1999 ഉത്തരവ് ആ സമയത്തേക്കുള്ള ഉത്തരവ് മാത്രമാണ് എന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നതാണ്. ഇവിടെ സർക്കാർ അംഗീകരിച്ച് പ്രഖ്യാപിച്ച മദ്യനയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളെ ഉണ്ടായിട്ടുള്ളൂ. 2024 കേരളത്തിലേക്ക് എത്തിയത് 39.55 കോടി ലിറ്റർ ENAയും എത്തനോളും എന്നാണ് എക്സൈസ് കണക്കുകൾ. 39,55,00,000 ലിറ്റർ ENAയും എത്തനോളും കേരളത്തിലേക്ക് വന്നിട്ടുണ്ട് 2024. ഡിസ്റ്റിലറിക്ക് വേണ്ടി 9,21,00,000 ലിറ്റർ ENA, എണ്ണ കമ്പനികൾക്കായി
30,28,00,000 ലിറ്റർ എത്തനോൾ, 8,34,00,000 ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ്. ഇതാണ് കണക്ക്. ഇതിൽ പകുതിയോളം എത്തിച്ചത് മഹാരാഷ്ട്ര, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 3,000 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ അന്യ സംസ്ഥാനത്തേക്ക് ഒഴുകുന്നത്. ശരാശരി ലിറ്ററിന് 10 രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരും. അങ്ങനെ വന്നാൽ മാത്രം 400 കോടിയോളം രൂപ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേരളത്തിൽ നിർമ്മാണം ആരംഭിച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് 2 രൂപയായി കുറയും. ഈ ഇനത്തിൽ മാത്രം 300 കോടിയിലധികം രൂപ സംസ്ഥാനത്തിന് ലാഭിക്കാൻ കഴിയും.